അത് വരുന്നത് കുറച്ച് ആൾക്കാർ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞ് ഈ പാനുകുപ്പായിട്ട് നടന്നിരുന്ന ഫൈസൽ അടക്കമുള്ള ആൾക്കാർ തലകെട്ട് കെട്ടി വെള്ളത്തിനെടുത്തിട്ട് ഇറങ്ങി. കക്ഷിനെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വന്നിട്ട് ഇവിടെ നിൽക്കാനൊക്കെ കുറച്ചൊക്കെ സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മളൊക്കെ തന്നെ അതുകൊണ്ടാണ് തന്നെ പറഞ്ഞ് അത് പറയാൻ പറ്റുന്നോണ്ടാ. ഈ ഫൈസൽ ഞാൻ ചോദിച്ചിട്ട് ഫൈസലിനോട് വന്ന് ഇതുവരെ കൊടുത്തിരുന്ന പാൻറ്റും കുപ്പായൊക്കെ ഇപ്പോൾ ഇവിടെ പോയി, എന്തിനാ ഇപ്പം ഈ തലയെക്കെട്ട്, എന്തിനാ എപ്പോഴും വെള്ളത്തുണി ഇതുവരെ ഇല്ലാത്തത് നേരിട്ട് വെച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ. അങ്ങനെ ഫൈസൽ വേറെ കുറേ ഏതൊക്കെ ആൾക്കാർ മൂല്യന്മാരാണോ അല്ല നമുക്കറിയില്ല. അതിലാരൊക്കെ ഉണ്ട്? അനസ് മുസ്ലിയാരുണ്ട്. അനസാരാ 2002 ഞാൻ ആലപ്പുഴയിൽ ഖുത്ബ നിർവഹിക്കുന്ന കാലത്ത് അനസ് അവിടെ ജുമാക്കറിലുണ്ട്. എന്താ വേഷം? ഒരു പാൻറ്റും സാഹിത്യകാരന്മാരെ ഒരു ജുബയും ഒരു ബാഗ്, മറ്റേ ബാഗില്ലേ അവിടെ ഉണ്ടായാൽ സംഘചിഹ്നം ഉറപ്പായി. അങ്ങനെ തന്നെ അന്നത്തെ മൂപ്പരവേഷതാ. അങ്ങനെ അവിടെ ജുമാക്ക് വന്നിരുന്ന ആള് അതാ പെട്ടെന്ന സമയത്ത് അനസ് മുസ്ലിയാരായി. ഇയാൾ ഫൈസൽ തലയെ കെട്ടി. അങ്ങനെ കുറച്ച് ആൾക്കാർ തലയെ കെട്ടിയിട്ട് ഇങ്ങനെ വന്നു. കൂടെ ഒറിജിനൽ മുസ്ലിയാക്കന്മാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് മുജാഹിദായി എന്നാണ് പോസ്റ്റർ. നമ്മളതിന് അടിയിൽ പറഞ്ഞു, അതിന് മറുപടി ആയിട്ട് എന്തുകൊണ്ട് നില തെറ്റിയതാണ്, എന്ത് കണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. എന്തോ കണ്ടു വന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ അന്നൊരു സംശയം പറഞ്ഞുള്ളൂ, എന്തോ കണ്ടു വന്നാന്നുള്ളത്. പക്ഷെ ശരിക്കും ചില പ്രത്യേക കാര്യങ്ങൾ കണ്ടു തന്നെയായിരുന്നു ഇവർ വന്നത്. ഇവരുടെയൊക്കെ മനസ്സിലുള്ള അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, ശിർക്കൻ വിശ്വാസങ്ങളെ ഈ തൗഹീദി പ്രസ്ഥാനത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അക്കാലത്ത് എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീം പ്രത്യേകമായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം രംഗത്ത് വന്നത്. 90കളിൽ KP മുഹമ്മദ് മൗലവി ഉള്ള കാലത്ത് അന്നത്തെ ഒരുമിച്ചുള്ള പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സഹായകമായി ലഭിച്ചിരുന്ന ഫണ്ടുകളിൽ പ്രധാനപ്പെട്ട ഫണ്ടുകളൊന്നാണിത്. കുവൈത്ത് ഹിയാത്തുറാസിൽ ഇസ്ലാമി വഴി കിട്ടുന്ന ഫണ്ട്. ആ ഫണ്ട് 2002 എന്ത് ചെയ്തു? മർക്കസ്തവ വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ട് സീഡിറ്റോർ വിഭാഗം അത് മൊത്തം കയ്യിലാക്കി. എന്നിട്ടാണ് ഈ കളി കളിച്ചത്. എന്നാൽ 2012 ആകുമ്പോഴേക്ക് എന്ത് ചെയ്തു? അതിന്റെ ഏജന്റായി വർക്ക് ചെയ്യുന്ന PN അതിർത്തി മദനി അത് കമ്പ്യൂട്ടർ സ്വന്താക്കി. സീരി ടവറിലേക്ക് അതിന്റെ ഒരു ഉറുപ്പ്യ പോലും ചെല്ലാത്ത വിധം മൂപ്പരെ സ്വന്തം ഒരു ബൗണ്ടറി കെട്ടി അതിൻ്റെ അകത്താക്കി. മൂപ്പര് പുറേ കൊണ്ടാവില്ലോ ഞാൻ പറയില്ല, അത് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ എന്തായാലും മൂപ്പര കയ്യിലായി. ആ മൂപ്പര കയ്യിൽ ഈ മുതൽ കണ്ടപ്പോൾ ഈച്ചകളൊക്കെ വട്ടമിട്ട് പറന്നു. മനസ്സിലായോ? കുറച്ച് മധുരം കണ്ടാൽ അങ്ങനെയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ ടീമൊക്കെ. എന്ത് ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്ത് കണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല. ആ എന്തോ കണ്ടു വന്നതിൽ കണ്ടതൊന്ന് തന്നെയായിരുന്നു. അത് കണ്ട് ഫൈസൽ അടക്കമുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ കൂടി. സ്വാഭാവികമായും അതിൻ്റെയൊക്കെ പേരിലായിരിക്കണം ഈ ടീമിനെ അന്ന് KNM പിടിച്ച് പുറത്താക്കിയത്. പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്തു? ആ ഫണ്ട് കംപ്ലീറ്റ് കൊണ്ടുവന്നു. ഇപ്പോൾ ആ ഫണ്ടല്ല ഉപയോഗിക്കണേ അല്ലേ? ഇതെങ്ങനെ 100% സത്യമാകോ, ഹലാലാവോ? ഒരു പ്രസ്ഥാനത്തിലെ ഒരു പ്രസ്ഥാനം ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് അന്നത്തെ ഒരു സോഴ്സ് ചില ആളുകൾ പ്രത്യേകമായി കൈയടക്കി വെച്ച് ഉപയോഗപ്പെടുത്തുന്നതിനെ എങ്ങനെയാണ് മതപരമായി സാധൂകരിക്കുക? സംഘടനാപരമായിരിക്കുന്ന പ്രശ്നങ്ങളാകുമ്പോൾ ഇതിനൊന്നും നിയമം ഒന്നും ഇല്ലാന്നാണോ? മതപരമായി ഇനി യാതൊരു ബാധ്യത ഇല്ലാന്നാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവന്നാക്കി. അപ്പോൾ സ്വാഭാവികമായി ശത്രുതയായി, പ്രശ്നങ്ങളായി. ഏതായിരുന്നാലും അങ്ങനെ 2012 ഈ ടീം പിരിഞ്ഞു പോവുകയോ പിരിച്ചുവിടപ്പെടുകയോ ചെയ്തു.